സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള സഖാക്കളെ, എന്റെ രമണി, ഒരു ചരട് കെട്ടിയാൽ ജീവിതകാലം മുഴുവൻ പുരുഷന്റെ കാൽച്ചുവട്ടിൽ അടിമയായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ സാഹചര്യം മാറിക്കഴിഞ്ഞു. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമാണ്. സ്ത്രീകൾ വിദേശത്ത് ഏത് രാജ്യത്ത് പോലും പോയി പഠിക്കുന്ന കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഇന്നൊരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, ഞാനും ചിന്തിക്കാം. രമണി ചിന്തിക്കണേ. എടി ജാനകി, നിന്റെ ഒരുക്കൊന്ന് മതിയാക്കാവോ? കൊറേ നേരം എടുത്ത് വെച്ചേക്കുന്നു. ഒന്ന് വന്ന് കഴിക്കാവോ? ഓ, എനിക്കൊന്നും വേണ്ടമ്മേ. അല്ല, ഞാൻ എന്തിനാ രാവിലെ തൊട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു? തന്തയ്ക്ക് മോക്കും ഒന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. നിന്നെ ഉണക്കപ്പെട്ടൊന്നും. ഞങ്ങൾക്ക് പാർട്ടിയുടെ ബീഫ് ഫെസ്റ്റ് ഉള്ളതാ. എന്നാ നിങ്ങൾ കഴിക്കണ്ട. നാളെ തൊട്ട് ഞാൻ അടുക്കള കയറത്തില്ല. അങ്ങനെ ബീഫ് ഫെസ്റ്റും കോഫസ്റ്റും. അച്ഛൻ ഞാൻ പോവാണേ. ഒരുങ്ങി കാണുമെന്തോ. ഹലോ, ക്യാൻസലായോ? ശരി. മോളെ ഉഷേ, ചേട്ടന് പുട്ടും മുട്ടയും ഇങ്ങെടുത്തോ കേട്ടോ. ചേട്ടന്റെ പുട്ടും മുട്ടയും ഞാൻ തിന്നു. നിങ്ങൾ പോയി വേറെ പണി നോക്കും. ഇന്നും മത്സരം പോണ്ട. കളിക്കാനാണോ എനിക്കറിയാം. എനിക്കുള്ള മരുന്ന് ഇല്ലോടാ. എന്നെ കളിപ്പിക്കാത്ത ഒരുത്തനെ കളിപ്പിക്കണം. ശക്തിയുടെ തീർന്നടാ. ഞാനാടാ പിള്ളേരെ കളിപ്പിക്കാത്ത. നീ ആരുടെ കാര്യമാടേ പറയുന്നത്? പിന്നെ ടോട്ടല്ലേ പരമോയിത്ര ഭാരതത്തിൻ്റെ പ്രിയപുത്രൻ ശ്രീമാൻ സുറേ ഇന്നലെ ഒരു സംഘം ആളുകൾ ഒരു കാരണവും കൂടാതെ മർദ്ദിക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു മിത്രങ്ങളെ. ശ്രീമാൻ കാശിജിയെ പോലെ നമ്മളോടൊപ്പം ജനങ്ങൾക്കിടയിൽ പിരിക്കാനും ഇടിക്കാനും കൂടെ നിന്നവനാണ്. ഇതിനെതിരെ നാളെ നമ്മൾ സ്വതന്ത്രമുഖ് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ ചികിത്സാ ധനസഹായം സമാഹരിക്കുന്നതാണ്. നമ്മുടെ ആ വിജയൻ കൊച്ചാറിന്റെ വീട് വരെ ഒന്ന് പോകണം. പുള്ളിയുടെ മോളുടെ ഒരു കല്യാണ കാര്യത്തിന് എനിക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് നടക്കൂ. ഓ, അതിങ്ങനെ എല്ലാം ഒന്ന് ഒത്തു വരുന്നു. അതിന്റെ ഒന്ന് കാര്യം സംസാരിക്കണം. പുള്ളിക്കാരനുണ്ടേലേ ഒന്ന് കയറി കണ്ടേച്ചു പോകാം. ഏത് ഞാനെന്നാലേ ആ വിജയൻ കൊച്ചാറിന്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ചേട്ടാ, ഒന്ന് നിന്നേ. ഒന്ന് ഓടി വായന്റെ കൊച്ചേ. നിക്ക് നിക്ക് നിക്ക്, ഞാനുണ്ട്. മനസ്സിലായി ചോദിച്ചേട്ടാ, എന്നെയും കൂടെ. നീ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കാണോ കൊച്ചേ? അതെ ചോദിച്ചേട്ടാ. ഞാനൊക്കെ ഒത്തിരി പഠിക്കാത്തോണ്ട് ഈ നിലയിലെങ്കിലും എത്തി. ടൗണിലോട്ട് PSCയുടെ ക്ലാസ് ഉണ്ട്. ഓമനാമ എങ്ങോട്ട് പോവാ? ഞാനേ സുരേഷിന്റെ അങ്ങോട്ട് വരെ പോവാ. അവന്റെ രണ്ടാമത്തെ കൊച്ചിന്റെ നൂല് കെട്ടോ. അല്ലടി കൊച്ചേ, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്താ, എവിടെ വരെയായി? വല്ലോ നടക്കുവോ? ഈ തള്ളയുടെ വായ അടങ്ങിയിരിക്കത്തില്ല. ഓട്ട കയ്യിൽ നിന്ന് തള്ളേ.
കഴിക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോയതാ. സുധാകരൻ ഇങ്ങോട്ട് വരാതിരുന്നപ്പം ഞാൻ കരുതി നമ്മുടെ കൊച്ചിന്റെ കാര്യം മറന്നെന്ന്. അതങ്ങനെ മറക്കാൻ പറ്റുമോ? കൊച്ചാട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ നോക്കുന്നു. ഇതൊരുപാട് ഫോട്ടോ ഉണ്ടല്ലോ. പിന്നെ അല്ല നല്ല ചോള പോലത്തെ പിള്ളേരല്ലേ. കൊള്ളയല്ലേ എല്ലാരും? നല്ല പയ്യനല്ലേ? കൊള്ളാം, നല്ല പയ്യനാണോന്നോ? നല്ല 1ാം ക്ലാസ് പയ്യനല്ലേ ഉഷാമേ. ചെറുക്കനങ്ങ് ബഹറയില്ല. കെട്ട് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോകാൻ ആ പയ്യന്റെ ഒരു പ്ലാന്റേഷൻ. എന്തുകൊണ്ട് വിജയം ചേട്ടാ അതെ നമുക്ക് ചേർന്ന് ബന്ധമാണ്. അതല്ലടാ, നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല. എന്നാലും ജാനകിയോടൊന്നും ചോദിക്കാതെ എങ്ങനെ? എന്ത് ചോദിക്കാനാ? എടുത്ത് കഴിക്കേ. ഞാൻ ഈ ബേക്കറി ഒന്നും അധികം അങ്ങനെ കഴിക്കാറില്ല. തറവാട്ടി പറഞ്ഞ വീട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് പെങ്കൊച്ചിനോട് എന്നാ ചോദിച്ചിട്ട് ഇപ്പൊ എന്നാ എടുക്കാനാ? ഇതൊക്കെ നമ്മൾ കാരണവന്മാർ അതിന്റെ പരുവത്തിനങ്ങ് നോക്കി കണ്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ അതിന്റെ ഒരു ഇത്. അവള് B.Ed നല്ല മാർക്കോട് കൂടി പാസ്സായതാ. അവക്കൊരു ജോലി കിട്ടിയിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി അവള് പറഞ്ഞിരിക്കുന്നത്. എന്റെ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ ഞാൻ പിന്നെ എന്നെ പറയാനേ? നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറ. ചെറുക്കൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല തറവാടികളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള പയ്യ. കേട്ടെടുത്തോളം നല്ല ആലോചനയാണ് അല്ലേടി? അതെ അതെ. ഒന്ന് ചെരുപ്പ് ചെയ്യുന്നു. എന്തായാലും ഞങ്ങൾ അവളോട് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചു പറയും. അത് സാരമില്ല, നിങ്ങൾ ചോദിക്കും. പക്ഷെ ഒരുപാട് വൈകരുത്. എന്നാന്ന് വെച്ചാലേ ചെറുക്കൻ അടുത്ത മാസം ലീവിന് നാട്ടിൽ വരും. പറ്റിയാൽ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഈ സുധാകരൻ ഒരു കല്യാണം നടത്തുക പറഞ്ഞ ഒരു പൂ പറിക്കുന്ന ലാഘവേ ഉള്ളൂ, അറിയാമല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങിയേക്കുവാ. ഉള്ള മിക്സറിലെ ആ ബ്രോക്കർക്ക് വാരി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടല്ലോ. മനുഷ്യൻ വയസ്സിട്ട് കഴിവ് 2 വിറകൂടെ എടുത്ത് വെക്കടി, പെട്ടെന്ന് തിളക്കട്ടെ. പഞ്ചാരയുടെ കളർ മാറിയോ? മനുഷ്യ ആകെ 1 കിലോ പഞ്ചസാരയാണ് മേടിക്കുന്നത്. അതുള്ളത് തിന്നു നിർത്താൻ നാളെ ഞാൻ കാപ്പിക്കത്തിട്ടില്ല. എടി, പഴയ പോലെ പഞ്ചസാരക്ക് മധുരം കുറവാ. അതെ, നിങ്ങൾക്ക് ഇച്ചിരി പഞ്ചാര രസം കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. മോളെ, അച്ഛൻ്റെ കൈയും തിരുമിക്കേ. എന്താ മിസ്റ്റർ വിജയൻ, ഇന്നും വല്ല അതിർത്തി തർക്കത്തിൽ ഇടപെട്ടോ? സുധാകരൻ വന്നായിരുന്നു. ഏത് സുധാകരൻ? ബ്രോക്കർ സുധാകരൻ. അതാണപ്പ ഈ കൈക്ക് വേദന. ദേ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. പിന്നെ ആരോടാടി ഞങ്ങൾ പറയട്ടെ? കുറെ നാളായി. അല്ല പിന്നെ ഞാനും ഒരു കാര്യം ചെയ്യാം. അമ്മയെ പോലെ ഏതെങ്കിലും ഒരു കോന്തന്, അല്ല അച്ഛനല്ല കേട്ടോ ഉദ്ദേശിച്ചേ. ഞാൻ ആരെങ്കിലും കിട്ടി ഞാൻ എവിടെയും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടോളാം. മതിയാ? വേണ്ടടി, നീ ഇങ്ങനെ തറുതലയും പറഞ്ഞ് മറ്റുള്ളവർ കുറ്റവും പറഞ്ഞു നടന്നു. ദേ ഇരിക്കുന്ന മനുഷ്യൻ ഇച്ചിരി മണ്ടനാണേലും നീ എന്ന വിചാരം മാത്രമേ ഉള്ളൂ എപ്പോഴും. എന്റെ അമ്മ, ഞാൻ കല്യാണേ വേണ്ടെന്നല്ല പറഞ്ഞേ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം താ. ആ കണിയാൻ ഗോവിന്ദൻ പറഞ്ഞ് കേട്ടല്ലോ മനുഷ്യ നിങ്ങള്. 25-ാം വയസ്സിൽ കല്യാണം നടന്നില്ലേ 32-ാം വയസ്സിലെ കല്യാണം നടന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കണ്ട കണിയാനും പള്ളിയിൽ അച്ഛനൊക്കെയാണോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്? കുറെ കാലായി അവരതും പറഞ്ഞു ഇതും പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട്. അതല്ല മോളെ, അച്ഛൻ്റെ നാണല്ലേ? ഒന്നുമില്ലെങ്കിൽ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? എവിടെ എന്തേലും ചെയ്യും. ഹലോ സഖാവേ, ചെയ്തിരിക്കും. പ്രിയമുള്ള സ്വതന്ത്ര മുക്ക് നിവാസികളെ, നിങ്ങൾക്കായിട്ടിതാ ആഘോഷത്തിന്റെ ആരവത്തിന്റെ അതിരുഭേദിക്കുന്ന ആകാശം തൊട്ട് തലോടിക്കൊണ്ട് മമ്മദൻ ചേട്ടന്റെ സ്മരണകൾക്ക് മുമ്പിൽ 28-ാം തീയതി നടക്കുന്ന വമ്പിച്ച മുങ്ങൽ മത്സരത്തിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളെയും വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കുവാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മനംതൊന്തു മരിച്ച മമ്മദൻ ചേട്ടന്റെ മരിക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ പ്രിയമുള്ള സ്വതന്ത്ര മുക്കു നിവാസികളെ, വരുവിൻ, മുങ്ങുവിൻ, കാണുവിൻ. കക്കൂസിന് കുഴിയെടുക്കുന്ന കാര്യല്ലേ? അത് ഞാൻ പറഞ്ഞോളാം. ഇരിക്കടാ. പ്രശ്നമാണല്ലോ മെമ്പറേ. അങ്ങനെ പറയല്ലേ ജോത്സ്യരെ, ഉടനെ വിട്ടുപോകുന്ന ലക്ഷണം ഇല്ല. ഈ വലിയ കുരുന്ന് വെച്ച് നോക്കി എന്തെങ്കിലും മാർഗമുണ്ടെന്ന് അറിയാലോ. കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ട്, ഇപ്രാവശ്യം തെണ്ടി കാലടി സന്തോഷമാണ്. ഞാൻ 8 നില പൊട്ടും. അല്ലേലും പൊട്ടും, സത്യം. എന്താ? അല്ല,
പൊട്ടാനുള്ള വഴികൾ അവൻ ഒരുക്കുന്നതായി നാം കാണുന്നു. ജോത്സ്യരെ, ഈ മുട്ടയിലുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഈ പക്ഷിപ്പനി വന്ന ശേഷം മുട്ടേനെ ഉപയോഗിക്കാറില്ല. ഛേ, അത് വേണ്ടതായിരുന്നു. നമ്പറേ, ഒരറ്റ ഈ പ്രയോഗമുണ്ട്, പക്ഷെ കാശിച്ചിരി ചെലവാകും. അടുത്ത മാസം നമ്മുടെ വാർഡിൽ റോഡിന്റെ ടാർ പണി തുടങ്ങുകയാണ്. എത്രയായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ 1,000 രൂപ ദക്ഷിണ വെച്ചിട്ട് എഴുന്നേറ്റ് പോവാ. ഒരു തിരിയിട്ട് വിളിച്ചതിനാണ് 1000 കുണുവാ. തനിക്ക് വെള്ളം വെള്ളമായിട്ട് നടന്നാൽ മതി. എണ്ണയ്ക്ക് തിരിക്കൊക്കെ എന്താ വിലയെന്നറിയാവോ? ഇത് 1000 ഉണ്ട്, 1 രൂപ GP. ആ വടപ്പോ മണ്ടൻ. അണ്ണന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. ഇവന്റെ 1500 രൂപയെങ്കിലും മേടിക്കണ്ട ഫണ്ടിലേക്ക്. ഈ കളൻ 1000 രൂപയല്ലേ നമ്മുടെ ഇത് മേടിച്ചത്. ഇവന്റെ ആ 2000 രൂപ കുറഞ്ഞ മേടിക്കണം. ആ മേടിക്കണം, പിന്നെ അല്ലാതെ. കോപ്പി ജയിക്കും. എടാ മധുവേ, എൻ്റെ പൊന്ന് രാധാകൃഷ്ണ, എടാ നിന്റെ മോന്തയ്ക്ക് പറ്റിയ ഒരു പെണ്ണ് കിട്ടണ്ടടാ. എടാ നമ്മുടെ ആ വടക്കാഞ്ചേരിയിൽ ഒരു പെണ്ണുണ്ട്, അവിടെ പല്ലെടുത്തില്ല ഇയാളത്, അവള് നിനക്കുള്ളതാ. ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് വിളിക്കാം. മോളെ ജാനകി, മോക്കനെ മനസ്സിലായി? ഞാനാണ് സുധാകരൻ, ബ്രോക്കർ സുധാകരൻ. മോളുടെ കല്യാണക്കാരിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ താനാണ് ആ ലെവലാതി അല്ലേ? തന്നോട് ഞാൻ പറഞ്ഞോടോ എനിക്ക് കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന്. ഇനി മേല കല്യാണം കളവാണെന്ന് പറഞ്ഞ എന്റെ വീടിന്റെ പഠിക്കാൻ വന്നാണ്ടല്ലോ, തന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, കേട്ടോ? ശരി മോളെ, കെട്ടിയെടുത്തോളൂ. ഹലോ, ഒന്നുകിൽ കിളി അക്കരയ്ക്ക്. എന്താടാ? ഒന്നുമില്ല. അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. ഇത്തൊലിനെ കാണുന്നില്ലല്ലോ. എന്റെ റാമേ, അത്ര നേരം 6 എവിടെ പോയി കിടക്കായിരുന്നു? വീട്ടിൽ പണിയുണ്ടായിരുന്നു, അത് രാമ വിടൂ. എടാ ഇവിടെ 10-200 പോസ്റ്റർ അടിക്കാനുണ്ട്. ഞാൻ 6 എവിടെ പോയി പോസ്റ്റർ അടിക്കും? അത് നീ അടിക്കും. 200 പോസ്റ്ററൊക്കെ നീ അടിക്കും. എന്തുവാടാ അവിടെ നീ ആരാ? കല്യാണോ? അത് വിളിക്കാൻ വന്നതാ. അവന് കല്യാണമായോ? അവനിപ്പോ എന്നാ പരിപാടി? എടാ അവൻ കോട്ടയത്തല്ലേ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്, അവിടെ തന്നെ ഇപ്പൊ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുക. കാപ്പി എടുത്തു കുടിക്കുക രാമേന്ദ്ര. അതൊക്കെ പോട്ടെ, പെണ്ണ് എവിടുത്തുകാരിയാ? എടാ അവള് കൊല്ലത്തുകാരിയാ. ഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്തോ കുന്തം വഴി പരിചയപ്പെട്ടതാ. ഏതായാലും കല്യാണമായാലോ, നല്ല കാര്യം. അതെ അതെ, കന്നടി. വിജയ, തലേന്ന് തന്നെ എല്ലാരും വന്നേക്കണം കേട്ടല്ലോ. ആയിക്കോട്ടെ. വിളിയൊക്കെ എന്നാടാ? ഒന്നും ആയിട്ടില്ലെന്നേ, തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ തന്നെ വേണ്ട എല്ലായിടത്തും പോയി വിളിക്കാൻ. ശരിയെങ്കില് കോപ്പു എന്താ മനുഷ്യ, അവനെനിക്ക് വോട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല 10 തൊട്ട് കളഞ്ഞവനോ.
നീ ആ കാപ്പി എടുത്ത് ഫ്രിഡ്ജ് വെക്ക്, അടുത്ത ആൾക്ക് കൊടുക്കാം. ആ ആ ആ. വീട്ടിലാകെ സീനാടി. എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് കല്യാണക്കാര്യം മാത്രമേ പറയാനുള്ളൂ. ഷോ അതൊക്കെ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ വെറുതെ കോളേജിൽ പോയി സമയം കളയണ്ടായിരുന്നു, വല്ല സീരിയലും കണ്ടിരിക്കുകയായിരുന്നു. ബെസ്റ്റ്. ചേച്ചി നമുക്ക് പെട്ടെന്ന് പോണേ. ആടി ഒരു 5 മിനിറ്റ്. ചേച്ചി ഒരു പാഡ്. ഇതാണോ? അത് മതി. അല്ല എന്തായി നിന്റെ എക്സാമിന് റിസൾട്ട്? അത് പൊട്ടും. ഇല്ല അവളെ നോക്കി കണ്ണിരീച്ച വീഴരുത്. ദൈവമേ, ഗ്ലാസിന്റെ എണ്ണം കൂടില്ലേ? ഓഹോ, നമസ്തേ. ഗ്ലാസ് വെള്ളം വേണ്ട. ദേവി, എനിക്കിട്ട് തന്നെ വെച്ചല്ലേ. എടാ റാമേ, നിനക്ക് വെള്ളമോ അതോ സോഡയോ? അതല്ലടാ, പിന്നെ ട്രൈയാ, ചങ്ക് വാടിപ്പോവും. നിന്റെ നല്ലതിനാടാ. സൊറേണ്ണ, നമ്മളിന്ന് ചെങ്കോട്ടപ്പടി ഫ്ലെക്സ് വെച്ചപ്പോൾ ഒരു പെൺകുട്ടി ബസ്സിൽ കയറി പോയില്ലേ? ആ, നമ്മുടെ വിജയനാറ മോള്. അണ്ണനറിയോളെ? കോളേജിലെ ജൂനിയർ ആയിരുന്നു. ആഹാ, സുരേണ്ണ കോളേജിൽ പോയിട്ടുണ്ടോ? ഇല്ലടാ, കോടതി പോയിട്ടുണ്ട്. അണ്ണാ, അവളുടെ പേരെന്താ? അത് ജാ വെച്ചിട്ട് എന്തോ ഒരു പേരായിരുന്നു. ജാ വെച്ചാണെങ്കിൽ ജിൻസി. അതെടാ, വിജയനാറ മോള് ജിൻസി. ഇവനെയൊക്കെ അങ്ങ് കൊന്നു കളഞ്ഞാലോ. ജാനകി ജാനകി ജാനകി. മധ്യദേവത കോവിലില്ലേ, കാണിച്ചു അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാനോ പട്ടി ചോദിച്ചേ. മോളെ ജാനകി, ആ നീ വന്ന് അച്ഛൻ്റെ കൈ ഒന്ന് തിരുമിക്കേ. ഇതാ വരുന്നച്ചാ. എന്റെ പൊന്ന് റാമ, ഉഷപൂജ കഴിഞ്ഞാലേ അവളിങ്ങോട്ട് കെട്ടിയെടുക്കും. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. നിനക്ക് എന്ത് പണിയാടാ? ആ ഷാപ്പിൽ പോയി കണ്ണു പിടിക്കാനല്ലേ, അല്ലെങ്കിൽ പിള്ളേരോട് നേരം കളിക്കാൻ. നീ പോകണ്ട. ഞാനൊരു കാര്യം അറിയാൻ മേലാണ്ട് ചോദിക്കും, തല്ല് മേടിച്ച് തരുമോ? ആശാൻ, ഹലോ ആശാനെ. ഞാനാ? താങ്ക് യു ആശാനെ, താങ്ക് യു താങ്ക് യു. ഉറപ്പായിട്ട് വരും. എന്താടാ? കമ്മിങ് സൂൺ. ആരോ നീ പെണ്ണേ, ആനന്ദം നീയേ, ആലോലം പാടുന്നെൻ നെഞ്ചാകെ. ആരോ നീ പെണ്ണേ, ആനന്ദം നീയേ, ആലോലം പാടുന്നെൻ നെഞ്ചാകെ. മായാതെ അരികെ നിന്നോരോരോ നേരം തൂവെണ്ണിൻ ചാരത്തായി നീയേ. മനമാകെ എഴുതി നിൻ പ്രണയത്തിൻ മധുരം മഴവില്ലിൻ ചേലോടെ ചേരുന്നേ. പടരുമ്പോ അരികെ
വേനൽ പകലായി ഞാൻ നിന്നിൽ നിറയാ കണ്ണോരം കാതോരം ആലോലം ചൊല്ലി ഞാൻ കാണും നീ മായാതെയോ തോരാതെ തൂവും നീ സ്നേഹത്തിൻ സിന്ദൂരം ചാർത്തും ഞാൻ ചേലോടെ നിൻ ഉണരും നീ ചിരിയോടെ മിഴിയാകെ അഴകേ ഹോ പറയാതെ പറയും നീ പ്രണയത്തിൻ നിഴലായ ഇനിമേലിതയം നീയേ കനവായൊളിந்து നീയേ ആരോ നീ പെണ്ണേ ആനന്ദം നീയേ ആലോലം പാടുന്നെൻ നെഞ്ചാകെ മായാതെ അരികെ നിന്നോരോരോ നേരം തൂവെണ്ണിൻ ചാരത്തായി നീയേ മനമാകെ എഴുതി നിൻ പ്രണയത്തിൻ മധുരം മഴവില്ലിൻ ചേലോടെ ചേരുന്നേ പടരുമ്പോ അരികെ അരികത്തായി നിഴലായി ഞാൻ തനിയെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അച്ഛനിപ്പോ പോണോ? ചേട്ടനിപ്പോ ഇങ്ങ് വരും. പഞ്ചായത്ത് വരെ പോയത്. ആയിക്കോട്ടെ, വരട്ടെ വരട്ടെ. ഉണ്ണാൻ വരാൻ സമയമായിട്ടുണ്ട്. ആ ദേ ചേട്ടൻ വന്നു. അച്ഛനെപ്പോ വന്ന്? കുറച്ചു നേരം ആയടാ. ഞാൻ ആ ചെറുവള്ളിക്കാവ് അമ്പലത്തിലെ കമ്മിറ്റിക്ക് വന്നു. കൂട്ടത്തിൽ ജാനു മോളെ കൂടി ഒന്ന് കാണാമെന്ന്. അയ്യോ, അവള് ക്ലാസ്സിൽ പോയല്ലോ അച്ഛാ, വരാൻ വൈകും. വരട്ടെ. എടി ഉഷേ, അച്ഛന് കഴിക്കാൻ കൊടുത്തായിരുന്നു? ആ കൊടുത്തു ഇപ്പൊ കഴിച്ചതേ. പിന്നെ ഞാനേക്ക് ആലോചനകൾ വരുന്നുണ്ട് അച്ഛാ. പക്ഷെ ഒരു കാര്യം, ഞാനൊരു സമുദായ നേതാവായതുകൊണ്ട് കൂടി പറയുക, നമ്മുടെ മക്കളെ കെട്ടിക്കുമ്പോൾ നിലയും വിലയും മാത്രം നോക്കിയാൽ പോരാ. അവരുടെ മനസ്സറിയുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വരനെ വേണം കണ്ടെത്താൻ. അത് മറക്കരുത്. നീ ഇങ്ങനെ ഫോണിൽ കുത്തിയിരുന്നോ? എക്സാമാ വരുന്നേ. ലക്ഷ്മി, എന്നാടി ഇവിടെ വെച്ച വട്ടയപ്പോ അപ്പൊ എനിക്കില്ലേ? നിനക്കെടുത്ത് തിന്നരുതോ? എങ്ങനെയുണ്ടടി അമ്മയുടെ കാലുവേദന? ഓ, അതങ്ങനൊക്കെ തന്നെ. ഞാനേ കുറച്ച് വട്ടയപ്പം തന്നുവിടാം, അവർക്ക് കൊണ്ട് കൊടുക്കും. ജാനേച്ചി, ഇതത് തന്നെ. ഏത്? അല്ലെങ്കിൽ പിന്നെ ജാനേച്ചി പോകുന്നിടത്തെല്ലാം പുറകെ വരാനും കൂടെ നടക്കാനും മെസ്സേജ് അയക്കാനും കാണുമ്പോൾ ചിരിക്കാനും എനിക്ക് ഉറപ്പാ. ലാസ്റ്റ് പുള്ളി വന്ന് പറയും, ജാനകി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. അല്ലേ കണ്ടു. പക്ഷെ പുള്ളി നൈസാ. ആ കൂടെ നടക്കുന്നതന്നെ കണ്ടാ അറിയാം അവൻ ആള് ഞാനമ്പനാന്ന്. പക്ഷെ ചേച്ചി ആ പുള്ളി വിടണ്ട കേട്ടോ. ലക്ഷ്മി എന്തോ നാടി തള്ളക്കൊണ്ട് കൊടുക്ക. നീ ഇവിടെ കറങ്ങി നിൽക്കാണ്ട് വീട്ടിലോട്ട് ചെല്ലടി, അമ്മ തിരക്കുന്നുണ്ടാവും. ഹലോ പ്രിയമുള്ള സ്വതന്ത്രമുക്ക് നിവാസികളെ, മന്മഥൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 57ാമത് വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ വിജയബാബുവിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഹലോ എന്റെ പ്രിയപ്പെട്ടവരെ, മന്മഥൻ മെമ്മോറിയൽ ട്രോഫിയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാവും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. ആ സന്തോഷത്താൽ അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞ മന്മഥന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന 57ാമത് മന്മഥൻ മെമ്മോറിയൽ ട്രോഫിയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരം ഞാനിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. താങ്ക് യു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. മന്മഥൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ മുങ്ങി മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്.
മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള നമ്പറുകൾ കൈപ്പറ്റേണ്ടതാണ്. ഈ അഖില കേരള മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് മന്മഥൻ മെമ്മോറിയൽ എവർ റോളിംഗ് അലൂമിനിയം ട്രോഫിയും 101 രൂപയുമാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നിരവധി കായിക താരങ്ങൾ എല്ലാവരെയും ഈ ഒരു പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കായലിലെ കഠിന പരിശീലനത്തിന് ശേഷം മന്മഥൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി കുറി തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും ഈ കായിക മാമാങ്കം പോര് നടക്കുന്നിടത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മത്സരങ്ങൾ ഉടൻ ആരംഭിക്കുന്നു. മന്മഥൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ മുക്കി മത്സരം അവസാനിച്ചാൽ ഉടൻ തന്നെ സാറാമ്മ മെമ്മോറിയൽ പിണ്ടുകയറ്റ മത്സരം ആരംഭിക്കുന്നതാണ്. സാറാമ്മ മെമ്മോറിയൽ പിണ്ടുകയറ്റ മത്സരത്തിൽ വിജയിയാകുന്നവരെ കാത്തിരിക്കുന്നത് അലോഷ്യസ് ആൻഡ് ഗ്രിഗറി ഫ്രം USA നൽകുന്ന 51 രൂപ ക്യാഷ് പ്രൈസാണ്. മത്സരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അപ്പൂസ് പപ്പടം, കിങ്ങിണി അച്ചാറുകൾ, പഴയ കാട്ടൂസി. നിങ്ങൾ എന്തിനാ എണ്ണയിലോട് തേക്കുന്നത്? നല്ല ഒഴുക്കുള്ള സ്ഥലമാ, സൂക്ഷിച്ചോണം. എടാ ഞാനും എൻ്റെ അപ്പന്മാരും കൂടി. ഏതപ്പന്മാര്? ഓ ഞാനും എൻ്റെ അപ്പനും കൂടി ഇവിടെ മുങ്ങിയിട്ട് ഞാൻ പോയി പൊങ്ങിയത് വേമ്പനാട്ട് കായലിൽ. അപ്പൊ അപ്പനോ? അപ്പനെ ഞങ്ങൾ 3-ാം പക്കം അറബിക്കള്ളിന്നാ പോക്കി. ആക്കല്ലേ ഓ വർക്ക് ആക്കല്ലേ. 57ാമത് മന്മഥൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വാശിയേറിയ മുങ്ങൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം വർക്കിച്ചനും കുട്ടപ്പായും മുങ്ങി മരിക്കുന്നതാണ്, മുങ്ങി മത്സരിക്കുന്നതാണ്. മുങ്ങിയാൽ പൊങ്ങുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒഴുക്കുള്ളതിൽ ഒഴുകാതെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള വർക്കിച്ചനും തോട്ടിൽ മുങ്ങിയാൽ ആറ്റിൽ പോകുന്ന കരുത്തനായ മുക്കിന്റെ മനഹൃദയം കീഴടക്കുവാൻ കഴിവുള്ളത് വർക്കിച്ചനാണോ കുട്ടപ്പയാണോ നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തീരുമാനിക്കാം. മുങ്ങൽ മത്സരം തീരുന്നതുവരെ കമ്പനിക്കാരും അറിയിക്കുകയാണ്. മുങ്ങാൻ പോവാ. മുങ്ങൽ മത്സരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. അറിയിപ്പുണ്ട്, ഇവരെ പൊക്കിയെടുക്കാനുള്ള ഫയർ എഞ്ചിൻ ഇപ്പോൾ ഇവിടെ എത്താത്തത് കൊണ്ട് ചുമ്മാ മനുഷ്യരെ മെനക്കെടുത്താൻ. ഈ മന്മഥനില്ലേ, ഇവന് ശരിക്കും അടിച്ചു വന്ന, അല്ലാതെ അവാർഡ് കിട്ടാത്ത വെപ്രാളത്തിനൊന്നും അറ്റാക്കി വന്ന. ഇവരെ കാണാൻ അടിച്ചു വന്നു. പിന്നല്ലാതെ പ്രിയ സുഹൃത്തുക്കളെ, വാശിയേറിയ മത്സരത്തിൽ വർക്കിച്ചാൻ വിജയിച്ചിരിക്കുന്നു. പോയെന്നാ തോന്നുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എനിക്ക് ജില്ലാ കമ്മിറ്റി വർക്ക് പൊങ്ങും പറഞ്ഞാൽ മതി, ഞാൻ വരാം. അതിരിച്ചോളാം, നമുക്ക് വേണ്ടത് എല്ലാം ചെയ്യാം. ഓക്കെ സുനിലേട്ടൻ ഇപ്പൊ എന്തെടുക്കുവാ? എന്ത് വേണേലും എടുക്കാം. ചിരിക്കല്ലേ, ഒരു കടി വെച്ചിരിഞ്ഞ്. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ പൊന്നെ. വന്നിട്ടെന്താ? വന്നിട്ട് നമുക്ക് ഞാൻ പറയട്ടെ കൊച്ചു കള്ളി. എടി ലക്ഷ്മി, എടി എന്തെല്ലാം പണിയാടി വീട്ടിൽ കിടക്കുന്നത്? തുണിയെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്, മടക്കി വെച്ചേക്കണം. ഓ ഞാൻ ഇട്ടോളാം. ചേച്ചി എന്താടി? ഒന്നും പറയണ്ടേ ചേച്ചി. എന്താടി രമേ? ലക്ഷ്മി. എന്താ ചേച്ചി? മോളെ ജാനകി ലക്ഷ്മി വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ രമേച്ചി? എന്റെ ദൈവം, എന്താടി കാര്യം? അവള് രാവിലെ സിനിമയ്ക്ക് പോവാന്നും പറഞ്ഞ് കൂട്ടുകാരും ഒത്തു പോയതാ, ഇതുവരെ വന്നില്ല. വിളിച്ചിട്ടിട്ട് കിട്ടുന്നില്ല. പോയാവോ? ഓ അതാണോ കാര്യം? അത് അവള് കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും. കുറച്ച് കഴിയുമ്പോ എത്തും. അവിടെ കൂടെ നടക്കുന്ന ആ ദേവിയെ എന്ന് പറയുന്ന കൊച്ചിനെ വിളിച്ച് ഞാൻ ചോദിച്ചതാ. ഇന്നവരാ സിനിമയ്ക്ക് പോയിട്ടേ ഇല്ലെന്നാ പറയുന്നത്. എവിടെ ചെന്ന് തപ്പാനാ ഞാനിനി? എന്റെ ദൈവമേ, എനിക്ക് വിളിക്കടി മോളെ. എങ്ങനെ സഹിക്കും ചേച്ചി ഞാൻ? നീ ടെൻഷൻ അടിക്കാതടി, കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. 2 ദിവസമായിട്ടില്ലല്ലോ. ഒന്നുകൂടെ നോക്കുമോളെ. എനിക്കങ്ങ് പേടിയാ ചേച്ചി. കാലം കെട്ട കാലമല്ലേ. എന്നെ മോളെ, എന്നടി എന്നെ മോളെ.
എന്തോ മോളെ അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തോ കാണുന്നേ, എനിക്ക് വയ്യ ചേച്ചി. നീ വിഷമിക്കണ്ടി, ഇതിലും വലുതെന്തോ വരാനിരുന്ന ഇങ്ങനെ അങ്ങ് പോയല്ലോ അത്. ചേച്ചി വല്ലതും അറിഞ്ഞോ ചേച്ചിട്ടാ? ഓ, പറ്റുന്നിടത്തെല്ലാം നമ്മൾ അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മാർഗം കണ്ടെത്താതിരിക്കത്തില്ല. രമ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ട്. ഒരു ബസ് ഡ്രൈവറാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അന്വേഷിച്ച. അല്ലേലും നമ്മൾ ഇവർക്ക് ചേരുന്ന ആരെങ്കിലും കണ്ടെത്തിയാലും അവർക്കത് മോശമാ. അവരെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു വെച്ചാ? എവിടുന്ന്? സ്വിച്ച് ഓഫാ. എൻ്റെ പൊന്നുരമേ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടെത്താം. വേണ്ടേട്ടാ, ഇത്രയും നാളും പോറ്റ് വളർത്തി എന്നെക്കാട്ടിലും വലുത് ഇന്നലെ ഫോണിൽ കണ്ടവനാണെങ്കിൽ അവളൊക്കെ പോട്ടെ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവറ്റകളെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് കൂടെ എനിക്കുണ്ടാകുകയില്ല. ഞാൻ പോട്ടെ ചേച്ചി. സ്വരണ്ണ അടിപൊളി പടായിരുന്നല്ലടാ. എന്നെ പെർഫോമൻസ് എനിക്കത്ര സുഖം തോന്നില്ല. പോടാ, അടിപൊളി പടായിരുന്നു. അതല്ല പറഞ്ഞത്, പിന്നെ എന്താ വയറിന് അത്ര സുഖം തോന്നില്ലെന്ന്. എന്താടാ വയറിന് അത്ര സുഖം തോന്നില്ലെന്ന്. നീ നിന്റെ സഞ്ചി പഞ്ചായത്ത് ഇത് പുറകോട്ടിരിക്കും, ഞാൻ എടുത്തോളാം വണ്ടി. കാലകത്തിയ കളം മാറും. എടാ എനിക്ക് വീട്ടിൽ പോയിട്ട് മാറിയില്ലടാ. പറ്റൂല. എന്താ ആരുമില്ല, നീ പുറകോട്ട്. യൂണിറ്റ് സെക്രട്ടറി കാട്ടിലോട്ട് പോയി ഉണ്ടാക്കി ഞാൻ അവിടെ നിൽക്കാം. സ്റ്റാൻഡ് പോയി കിടക്കുന്നു. അയ്യോ അമ്മേ. വരുന്ന ഒരു കമ്പനിക്ക് പതുക്കെ പെട്ടെന്ന് പറഞ്ഞേ. പിടിക്കണവനെ. എന്നാണ് ഇവിടെ പരിപാടി? തൂറാൻ വന്ന ചേട്ടാ. നിന്നെ തൂറിക്കാണ്. ഗോതമ്പ് 50, പരിപ്പ് 50, ഉഴുന്ന് 40, ഉള്ളി 15, സവാള 10, എണ്ണ 50, മുളകുപൊടി 200, അരി 10, അവല് 25 ചാക്ക്. അവല് 25 ചാക്ക്. എന്റെ ശിശുപാലനക്ക് നിന്റെ അച്ഛൻ വിറ്റ് തീർക്കോടാ. അടിയൻ സഹോദരൻ. നീ ഇത് കണ്ടോ? നിങ്ങൾക്ക് എന്ത് പറ്റണ? നിനക്ക് ഓർമ്മയില്ലല്ലേ, ഇന്നലെ രാത്രി അത്തണ്ടികൾക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് പൂജ്യം പെട്ട് നിൽക്കുകയാണല്ലേ. ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കോടാ മോനെ. ഓ അരി ഒന്ന് വേഗം ഇറങ്ങടി, എത്ര നേരമായി. നിന്റെ തന്ത ഇങ്ങോട്ട് വരട്ടെ, ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റ ഒരുത്തനെ നിന്നെ ഇത്രയാക്കുന്നത്. പറഞ്ഞ എന്താ ചെയ്യാനാ? നിന്നോടൊരു 100 വട്ടം പറഞ്ഞതാ നേരത്തെ ഒരുങ്ങണോന്ന്. സ്കൂളിൽ പോകുന്നതാ, രാവിലെ തൊട്ടുള്ള ഒരുക്കം അവളുടെ. അതെങ്ങനാ? എത്ര ഒരുങ്ങിയാലും അവൾക്ക് തീരത്തില്ലല്ലോ എന്റെ സമയം കളയാൻ വേണ്ടിയിട്ട്. ഈശ്വര, എനിക്കിത് പണിക്ക് കയറാൻ പറ്റുമെന്ന് ആർക്കറിയാം. എന്നും ഇവളെ കൊണ്ട് ഇതൊക്കെ തന്നെയാണല്ലോ ഈശ്വര. എന്താ സിന്ധു ചേച്ചി, രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടുപേരും? ഇതാര്? ജാനുമോളോ? എന്ത് ചെയ്യാനാ മോളെ, ഇവളെ കൊണ്ട് തോറ്റു. അതെങ്ങനെ? എത്ര ഒരുങ്ങിയാലും അവൾക്ക് തീരത്തില്ലല്ലോ, വെറുതെ മനുഷ്യനെ സമയം കളയാൻ വേണ്ടിയിട്ട്. മോളെ, നീ ഇതൊന്ന് കേൾക്കണം. ഇവക്ക് മാത്സ് ക്ലാസ്സിന് മാർക്ക് കുറവാണെന്ന് വെച്ച്
ചക്കെങ്കിലെ ജിബിൻ സാറിന്റെ അടുത്ത് ഞാൻ ട്യൂഷനാക്കി. 25,000 രൂപയാണ് ഫീസ്. അവൾ ഇന്ന് പോയാൽ നാളെ പോകത്തില്ല. ഇവക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെ അണിഞ്ഞൊരുക്കി നടന്നാ പോരെ. എന്റെ ചേച്ചി, അതിനാണോ അവളിങ്ങനെ വഴക്ക് പറയുന്നത്? അവള് മിടുക്കിയല്ലേ അല്ലേടാ? മിടുക്ക് കൂടിപ്പോയത് കൊണ്ട് അവർക്ക് ഇത്ര അഹങ്കാരം. വീട്ടിലെ ബുദ്ധിമുട്ട് വല്ല അറിയണം. ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചാ അവളെ പഠിപ്പിക്കുന്നത്. ഒരു ചിന്തയില്ല, ഒരു ഉത്തരവാദിത്വവും ഇല്ല. മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരെണ്ണം വന്നേക്കുന്നു. മോളെ, നിന്റെ ജോലിക്കാരൊക്കെ എന്തായി? നോക്കുന്നുണ്ട് ചേച്ചി, എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. എഴുതി നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. ഇതിനായിരുന്നു. വാ അമ്മ ഇങ്ങോട്ട്. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും ജനസാഗരങ്ങളടിയേ. ഓ കൊണ്ടുപോവാ, വിശക്കുന്നത്. ഇത്ര നേരമായി. ആ പാർട്ടി ഹൗസിൽ അങ്ങനെ ഇരുന്നാൽ മതി, രണ്ടും അടിച്ചോണ്ടിരിക്കായിരുന്നു. ഓ സ്മരണകളിരമ്പും ഇവിടെ ജനക്കോ. ആ കൊണ്ടുവാ. അയ്യോ മനുഷ്യ, മര്യാദയ്ക്ക് അവൾ അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞോണം. അല്ലാതെ പുന്നാര മോളാന്ന് പറഞ്ഞേ മിണ്ടാതിരിക്കരുത്. അവിടെ ചെന്ന് ഇപ്പൊ പറ അവൾ അവിടെ ഇരിപ്പുണ്ട്. ആദ്യം നിന്റെ ഈ വായ നടക്കാവും. ഈ രസം മൊത്തം തുപ്പല, കഴിക്കാനും സമ്മതിക്കത്തില്ല. ഇപ്പോഴാണേലേ നൈസായിട്ട് അങ്ങ് പറയാം. എന്താ ചെയ്യാന്ന് പറഞ്ഞു. മോളെ ജാനകി, എന്താ പരിപാടി? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഫോണിലിങ്ങനെ. അച്ഛനതല്ല ചോദിച്ചേ, എന്താ മോൻ്റെ ഭാവി പരിപാടി? അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. എന്തുവാടി നീ പറഞ്ഞേ? നിന്റെ മൂക്കി പല്ലി വന്നിട്ട് കെട്ടിക്കൊള്ളാവുന്നോ? എൻ്റെ അമ്മ എനിക്ക് ഇത്തിരി മനസ്സമാധാനം തരാവോ? എപ്പോൾ നോക്കിയാലും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ എന്ത് സമാധാനക്കുറവാടി നിനക്കുള്ളത്? ഒറ്റ മോളാന്ന് വിചാരിച്ച് ഓ പറയുന്നെല്ലാം സാധിച്ചു തരുന്നില്ലേ? ഒന്നും മിണ്ടാതിരടി. മോളെ ജാനകി, അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരിക. അതുകൊണ്ട് തന്നെ കുറച്ച് പിടിവാശികളുണ്ടാവും. നിന്റെ കാര്യത്തിൽ അത് കുറച്ച് കൂടും. നീ ജോലി മേടിക്കുകയോ പഠിക്കുകയോ എന്തു വേണേലും ചെയ്തു. ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാളെ നീ തന്നെ കണ്ടെത്തിക്കോ. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനിയൊരു ചർച്ച ഈ വീട്ടിലില്ല. ഇതോടെ തീർന്നു. ബാക്കിയുടെ ചോറുണ്ടിട്ട് പോയേട്ടാ. അതിനാര് പോന്ന്? ഞാൻ 2 പപ്പടം കൂടെ എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അതല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കുന്നില്ല. ഇവിടെ നാട്ടിലൊരാൾക്ക് കല്യാണം കഴിഞ്ഞാൽ മതി, പിന്നെ അതും പറഞ്ഞായിരിക്കും എനിക്ക് കല്യാണാലോചന വരുന്നത്. എനിക്ക് മടുത്തു. അല്ലടി, നിന്റെ മാത്രല്ല, എല്ലാവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ. നീ പറഞ്ഞിട്ടില്ലേ ഒരു റാമിനെ പറ്റി? പുള്ളി നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ സംസാരിച്ചു നോക്കാം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. അക്ഷയഭാഗ്യക്കുറിയിൽ ഇന്ന് എവിടെ പോയി കിടക്കുന്നു? അതെ, ഒന്ന് നിർത്തോ? എന്താ ജാനകി? എനിക്കൊരു കാര്യം പറയാനായിട്ട്. പറഞ്ഞു. എനിക്ക് കല്യാണം കഴിഞ്ഞാലും പഠിക്കണം, ജോലിക്ക് പോകണം. അതാ എൻ്റെ ആഗ്രഹം. അതൊക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ. എനിക്കും ഇഷ്ടമാണ്. ശരിക്കും?
എന്താ സമയായിരിക്കണോ? അല്ല അയ്യോ കമ്മിറ്റി. ഹലോ ഹലോ ഹസനെ ചേട്ടാ 3:59 ആയാലുള്ളൂ. 4 ഞാൻ തട്ട കാണും. കാണും ഉറപ്പ്. പോയോ? എടാ മാറേ അല്ല റാമേ വാടാ. ഓ എടാ സമയം പോതടാ. ബാക്കിയുള്ളവന്റെ വാലെ തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ റൊമാൻറ്റിക്. എടാ വാടാ കൊലക്ക് എന്നെ കേറാണോ? ഓക്കെ അമ്മേ നാരായണ ദേവി നാരായണ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കാനിരുന്ന ബാലെ ചില സാങ്കേതിക കാരണത്താൽ ചവിട്ട് നാടകമായി ഉടൻ തന്നെ ആരംഭിക്കുക. ഒരു പ്രത്യേക അറിയിപ്പ്. ഇടിയൂ അനന്തന്റെ പാപ്പാൻ. ശ്രദ്ധിക്കുക, ഇടിയൂ അനന്തന്റെ പാപ്പാൻ ഗോൾഡൻ ബാബു. ഗോൾഡൻ ബാബുവിന്റെ പ്രത്യേക ശ്രദ്ധ ഇത്രയും വേഗം ആനയെ നടപ്പന്തലിൽ നിന്നും അഴിച്ചു മാറ്റേണ്ടതാണ്. എടാ കുഞ്ഞെ ചെറു തുറന്നുണ്ടോ ഒഴിക്കാൻ? ഇത് നിന്റെ ഊത്ത കൈലാസനാഥനല്ല, ഞാൻ നായകനാകുന്ന ഹനുമാൻ കണ്ട ലങ്ക എന്ന് പറയുന്ന നാടകം. ഇവിടെ മദ്യപാനം പാടില്ല. കമ്മിറ്റിക്കാരെ ഇളകിയിട്ടുണ്ട്. ഇപ്പൊ വരും. അമ്മർക്ക് സുരയെ പറ്റി അറിയില്ല. നോക്ക് കൈക്കരുത്താണ് ബലം. ഇതോ ഇതേ പപ്പടം പൊടിയുന്ന പോലെ പൊടിയുന്ന പോലെ ഇപ്പൊ പൊടിക്കും കേട്ടാ. ഏറ്റവും പുതിയ ഹനുമാൻ കണ്ട ലങ്ക നാടകത്തിന് അവസരമുണ്ടാക്കുന്ന കമ്മിറ്റിക്കാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കും. വലത് കാലിൽ
മക്കളെ ചേട്ടാക്ക് നല്ലൊരു ഫോട്ടോതാ. ചിരിക്ക്. അമ്മേ അമ്മയ്ക്ക് വന്നേ. ഇങ്ങ് പോരെ. വാ അമ്മയ്ക്ക് മാറിക്കോ. ഇങ്ങ് മാറ്. നിന്നേ. ചിരിച്ചോ. അതെ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ഫോട്ടോയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ ഫോട്ടോ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് അവസാനം ഓർമ്മ എടുക്കാം, ഫ്രെയിം ചെയ്ത് വെക്കാം. എല്ലാം എടുത്തോടി. എല്ലാം എടുത്തോട്ടാ. ശരി അമ്മ. ശരി മോളെ, എനിക്ക് പോയിട്ട് വാ. എന്നാ പിന്നെ ഞങ്ങള് പോയിട്ട് വരാം. ശരി മോളെ, പോയിട്ട് വാ. പിന്നെ പോയിട്ട് ഓടി വരുവൊന്നും വേണ്ട, 2 ദിവസം അവിടെ നിന്നിട്ടൊക്കെ വന്നാൽ മതി. ശരി അമ്മ. അമ്മ പോയിട്ട് വരട്ടെ. ഇവിടെ ഇറക്കാ. അച്ഛൻ വീട്ടിൽ പോയി അട്ടിപ്പേർ കിടക്കൊന്നും ചെയ്യരുത്. അവിടെ കറങ്ങി നിൽക്കാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോന്നേക്കണം. എന്നാ പൊക്കോ. ഇതൊന്നും കഴിയാറായില്ലടാ. ഇപ്പൊ തിരിഞ്ഞേട്ടാ. അമ്മേ വരുന്ന സമയത്ത് കഴിച്ചോണേ. നീ പോടെ ഇറക്കാ. നീ പറഞ്ഞിട്ടാണ് ഞാൻ സമയത്ത് മരുന്ന് കഴിക്കുന്നത്. പോയല്ലേ. ഇല മുഴുവനും കാക്കത്ത് കിട്ടാം. എടി ഉഷേ, പിള്ളേര് വന്ന് ഇതെടുത്ത് വെച്ചോ. അച്ഛൻ പതിവില്ലാതെ പണിയിലാണല്ലോ. നിന്റെ അല്ലേ അച്ഛൻ. അച്ഛനൊന്നും പോയില്ലായിരുന്നു. ഓ കമ്മിറ്റിയാ, പോയില്ല. നിങ്ങൾ വാ, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അമ്മേ ചുറ്റപ്പിനൊക്കെ എന്തേ പോയോ? അങ്ങോട്ട് കേറിക്കേ. അമ്മ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വാ എടി, മോന് കുടിക്കാൻ വല്ലോ എടുത്തേ. കൃഷ്ണ, താനെന്താണ് ഇവിടെ തനിയെ ഇരിക്കുന്നേ? ഒന്നുമില്ല ടീച്ചർ. തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. താൻ ഓക്കെ ആണല്ലോ അല്ലേ? എന്തെങ്കിലും വയ്യാഴിക ഉണ്ടേ പറയണം കേട്ടോ. ഏട്ടാ, ഏട്ടാ, ദൈവമേ, എന്തായി കാണിക്കണേ? എന്താടി? കളയങ്ങോട്ട്. കളയാൻ നടക്ക്. വാ ഏട്ടാ. ഞാൻ വരുന്നേട്ടാ. ഇവിടെ എല്ലാവരും നേരത്തെ കിടക്കുമല്ലേ? ഇന്ന് മൊത്തത്തിൽ പൊടിക്കുന്ന ഗ്ലാമർ കൂടിയിട്ടുണ്ട്. അതെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കല്യാണം തിരക്കൊക്കെ ആയിട്ടെ ഒരുപാട് ക്ലാസ് മുടങ്ങി. ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ്സിന് പോയിക്കോട്ടെ? അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന്റെ കാര്യം നമുക്ക് അടുത്ത ആഴ്ച തീരുമാനിക്കാം. ഇതുപോലെ നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മൂഡ് കളയല്ലേ ജാനു.
ജാനകി മോളെ, ജാനകി. ആ എന്താമ്മേ? ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം. മോളെ എന്താ വരുമോ അമ്മേ? മോക്ക് മീൻ വെട്ടാൻ അറിയാവോ? ഇല്ല അമ്മേ, എനിക്കറിയില്ല. അത് കുഴപ്പമില്ല, അമ്മ പഠിപ്പിച്ചു തരാം. മോളെ അടുക്കളയിട്ട് വാ. അയ്യോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി. അത് കുഴപ്പമില്ല, എൻ്റെ ഉണ്ട്. മീൻ വെട്ടി കഴിഞ്ഞിട്ട് രണ്ടുകൂടെ മോള് മടക്കി വെച്ചാൽ മതി. വാ. ഇന്ന് ഞാൻ വെട്ടി കാണിച്ചു തരാം. നാളെ തൊട്ട് മോള് ചെയ്യണം കേട്ടോ. ആ വാ. എന്താ ചെയ്യാ? കേട്ടോടി മോളെ, റാമിന് അച്ഛന്റെ സൗന്ദര്യമൊക്കെയാ കിട്ടിയിരിക്കുന്നത്, പക്ഷെ ബുദ്ധി അതെന്റേത് തന്നെയാ. നോക്കി പഠിച്ചോ. ആ, കുറച്ച് ഉപ്പിഞ്ഞോട്ടെടുത്തോ മോളെ. ഉപ്പ് എവിടെ ഇരിക്കുന്നോ? അവിടെ വെച്ചോ. ആ അല്ല, ഇന്ന് നേരത്തെ പോന്നോ? ആ, ഭയങ്കര തലവേദന. എന്തു പറ്റി? ആ എന്താ അമ്മ എന്തേടി? പുറകിലുണ്ട്. ആ, എന്തായി വാങ്ങിയേക്കുന്നേ? അനുവേട്ടൻ വിളിച്ചായിരുന്നു. വിസ ഉടനെ റെഡിയാവുമെന്നാണ് പറഞ്ഞത്. കൂടിപ്പോയ 2 ആഴ്ച അതിനുള്ളിൽ കയറി പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം എടുപിടിയെന്നായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. ഇന്ന് കോച്ചിങ് സെന്ററിലെ സാറ് വിളിച്ചായിരുന്നേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്ലാസ്സിന് പോകുന്നതിനെ പറ്റി. എന്താ ചെല്ലാത്തേന്നറിയാനാ സാറ് വിളിച്ചത്. ഇതാണ് ഇത്ര വലിയ ആനക്കാര്യം. എഴുതിനിക്കിനി സമയം കിടപ്പില്ലേ? താൻ ചുമ്മാ ധൃതി വെക്കാതെ. അല്ല, എക്സാംസ് ഒക്കെ അടുത്ത് തുടങ്ങി, അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട്. എൻ്റെ ജാനകി ഈ തിരക്കിനിടയ്ക്ക് നീ കൂടെ എടുത്ത് പോയാൽ എങ്ങനെയാണ്? എനിക്കിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അമ്മ ഒറ്റയ്ക്കാൻ അറിയത്തില്ലേ? അതിനിടയ്ക്ക് നീ എക്സാം ക്ലാസ് ഒന്നും പോയാൽ ശരിയാകത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാവുന്നു? അല്ല, ക്ലാസ് അതിന് ഉച്ചവരെ ഉള്ളൂ. എടോ, കൂടിപ്പോയാൽ 2 ആഴ്ച അത്ര കൂടെ ഞാൻ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മിനിമം 1 വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. താനിങ്ങനെ ധൃതി വെക്കാതെ തൽക്കാലം താൻ പോയി ഒരു സ്ട്രോങ് ചായ എടുത്തിട്ടോ. അവളുടെ ഒരു ക്ലാസ്. നീ വന്ന പാടെ ചായ ഒന്നും എടുക്കേണ്ട അമ്മയോട് പറഞ്ഞേക്കാം. ഭർത്താവ് വന്നപ്പോഴേ വിട്ടുകിട്ടിയാണല്ലോ. അമ്മ നായിന്റെ മോളെ കെട്ടിയെടുത്തോടി നീ. ആരാടി നിന്റെ അമ്മ? അമ്മ കുമ്മ കുടുംബത്തെ നാണക്കേടുണ്ടാക്കിയ നശൂലം. ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പറമ്പിക്കേറിയ ഞാൻ കാല് വിട്ടു. കഴിവരുടെ മോളെ എന്റെ വീട്ടിൽ കയറിപ്പോയേക്കല്ലേ നീ വന്നിരിക്കുന്നു. നാണമില്ലാത്തവള് വന്നിരിക്കുന്നു. ആരാടി നിന്റെ അമ്മ? ആരാ നിന്റെ അമ്മ? എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. നീ ഒന്ന് അടങ്ങ്. നാട്ടുകാരി കേൾക്കും പിള്ളേരെ പോലെ. ഇനി എന്തോ നാട്ടുകാർ കേൾക്കാനാ ചേച്ചി? തന്തയ്ക്കും തള്ളയ്ക്കും പറയിപ്പിച്ചിട്ട് എന്നിട്ട് ഓറഞ്ച് മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ ഓറഞ്ച് വേണ്ട ആപ്പിൾ മതിയെന്ന്. അമ്മ പറഞ്ഞ കേട്ടതൊന്നും നാട്ടിൽ ആദ്യമായിട്ടോ പിള്ളേർ ഇറങ്ങി പോകുന്നു. നാണമില്ലാത്തവളെ, നാട്ടിലുള്ള പിള്ളേര് പോകുന്നത് പോലാണോടി നിന്നെ ഞാൻ വളർത്തിയത്? നാട്ടിലുള്ള പിള്ളേര് പോകുമ്പോഴേ പറയാനും ചിരിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. എന്റെ രമയൊന്ന് അകത്തോട്ട്. അവൾ അമ്മയെന്നും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എടി പെറ്റതള്ളക്കായിട്ട് വേദന എന്നാന്നറിയത്തുള്ളു. നിനക്കതറിയാവോ? അമ്മ ഇവളെ എനിക്ക് വേണ്ട ചേച്ചി, ഇവളെ എനിക്ക് കാണണ്ട. എന്താ ചേച്ചി? നീ അവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഓ, ഞാൻ പറഞ്ഞ കൊച്ചായിട്ട് വന്നാൽ മതി. സിനിമയിലൊക്കെ അങ്ങനെയാ. നീ വാങ്ങിക്കോട്ട്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു ചേച്ചി എനിക്ക് അവളെ. ഇവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. അവള് പോയിരിക്കുന്നു. ഇവക്ക് വേറെ ഒരുത്തനെ കണ്ടില്ലേ ചേച്ചി? ഇനി അമ്മയോടും കൂടെ ഒന്ന്
പറഞ്ഞു നോക്കിയാലോ? ചിലപ്പോ സമ്മതിക്കും. ഇപ്പോ എങ്ങനെ ഇപ്പൊ ഒന്ന് പറയാ? കൊച്ചി മുങ്ങൽ വിദഗ്ധൻ മുങ്ങി മരിച്ചു. അയ്യോ, ഇത് എൻ്റെ കൂടെ പഠിച്ചവനായിരുന്നല്ലോ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. എന്താ മോളെ, തൊണ്ടവേദനയാണോ? അല്ലമ്മേ, എനിക്കൊരു കാര്യം പറയാനായിട്ടായിരുന്നു. പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ഞാനേ കല്യാണത്തിന് മുമ്പ് PSCയുടെ ക്ലാസ്സിന് പോയിരുന്നേ. അപ്പോൾ അതിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയ ജോലി കിട്ടുമായിരുന്നു. എന്നിട്ട്? അല്ലമ്മേ, ഗവൺമെൻറ് ജോലിയൊക്കെ ആവുമല്ലോ. അപ്പം നല്ലൊരു സാലറിയും കിട്ടും. എനിക്കും ജോലി ഉള്ളത് നല്ലതല്ലേ? അതിന് അവന് ജോലി ഉണ്ടല്ലോ, പിന്നെന്തിനാ നിനക്കൂടെ ജോലി? അല്ല, അപ്പം ഞാനും കൂടെ ജോലിക്ക് പോയാൽ ചേട്ടനതൊരു ഹെൽപ്പാവില്ലേ? എൻ്റെ മോളെ, നീയും കൂടെ ജോലിക്ക് പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവൂലേ? ഞാൻ ബോറടിച്ച് മരിക്കും. അല്ല, ഇവിടുത്തെ അച്ഛനമ്മേന്ന് ജോലിക്ക് വിട്ടിരുന്നെങ്കിൽ അമ്മ നല്ല സാലറി ഒക്കെ മേടിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? അങ്ങേരെ ഇവിടെ വേലം കൂലിയില്ലാതെ മീനും പിടിച്ച് നടക്കുകയല്ല. പിന്നെ ഞാൻ ചവിട്ടിയാ അങ്ങേരെ ജോലിക്ക് വിട്ടത്. ഞാനിവിടെ ജോലിക്ക് പോയിരുന്നേലേ ആ ചെറുക്കൻ ഇവിടെ പൊട്ടിന് കിടന്ന് ചത്തേനെ. അല്ലമ്മ, ഞാനത് ജോലിക്ക് പോവാ. അല്ല മോളെ, നീ അതും ഇതും പറയാതെ അടുക്കളയിട്ടല്ലേ. അവൻ ഉണ്ണാൻ വരുമ്പോൾ PSC പുഴുങ്ങി കൊടുത്താൽ മതിയോ? ചെല്ല്, വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്ക്. പിന്നെ ഒരു ക്യാരറ്റ് ജ്യൂസ് കൂടെ എടുത്തോ, ഒന്ന് വെളുക്കട്ടെ. സർക്കാർ ജീവനക്കാരി ഭർത്താവിന്റെ കഴുത്തറുത്ത് കൊന്നു. എടാ സുധാകര, നീ ജീവനോടെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ജനിച്ച് വീണതേ ഉള്ളൂ. എവിടെ നിന്ന് വരുന്നടാ അവന്റെ ഒരു അന്വേഷണം? ഈ പറയാനോട് പറയാൻ പോയ എന്നെ വേണം പറയാൻ. എടാ വത്സ, എനിക്കിവിടെ ഒരു വാട്ട ചായ താടേ. നിനക്ക് കോപ്പ് വരും. എടാ സുധാകര, എനിക്കൂടെ കൂടി ഒന്നത്തെ നോക്കടാ. താങ്ങോ ഒരു ചായ. ഇതാര് സുധാകരനോ? കുറെ ആയല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു ഇത്രയും നാൾ? ഞാൻ കുറച്ചു കാലം പൂജപ്പുരൊക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ വിയൂര് അങ്ങനെയുള്ള ഓരോ പരിപാടിയൊക്കെ. ഇങ്ങനെ എവിടെ? ജയിലിലോ? ജയിലിലല്ല, ജയിലിൽ എന്തിനാ പോകുന്നതല്ലേ, ഒരു കല്യാണ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. നമ്മുടെ ആ വിജയൻ കൊച്ചാട്ടിനെ ഒന്ന് കാണണം. എന്തിന്? അവിടുന്ന് അടിമേടിക്കണമെന്നുണ്ടോ? ചായ. അല്ല, എനിക്ക് എടാ പുള്ളിയുടെ മോളുടെ കല്യാണക്കാരി എന്നെ അല്ലേ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ കുറച്ചാളായിട്ട് അതിന്റെ പുറകെ ആയിരുന്നു. ഒന്നും കൂടി ശരിയാകുന്നില്ല. അവസാനം ഒരു പയ്യനെ ഒത്തുകിട്ടിയിട്ടുണ്ട്. കിട്ടി. രണ്ടിനെ നാളും ചെയ്യും. ഒത്ത നിനക്കൊക്കെ ഒരു സദ്യ വേണം. നിന്റെ 16ന്റെ ആയിരിക്കും. സുധാകര, നീ നിന്റെ സമയം ഒന്ന് നോക്കുന്നത് നല്ലതാ. അയ്യോ, അതെന്തിന്? ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാ. ഇവിടുന്ന് വരുന്നടാ. അതപ്പ ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നെ ഇറങ്ങിയ നീ ആര്? ഗോവ ഗവർണറാ. അവളെ ആരാ കിട്ടിയെന്ന് വെച്ചാ? അതാര്? നമ്മുടെ റാം. അതിപ്പോ അതല്ല, അതല്ല. എന്നാലും ഇത്ര പെട്ടെന്ന് ഇത് എല്ലാം വളരെ പെട്ടെന്ന്. നീ അവന്റെ മുന്നിലൊന്നും ചെല്ലണ്ട. വെട്ടിയിട്ട് കഷ്ണമാക്കി കളയും. വത്സ, ചായ വേണ്ട. നാടകത്തിന്റെ ഇവനൊക്കെ പണ്ടേ ഇവിടെ ആയിപ്പ. മക്കളുടെ കല്യാണം മാമ നടത്തി തരാം. ഒരു പരിപ്പ് കൂടെ. അതെ, എനിക്കൊരു സംശയം, ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന്. ശരിക്കും നീ അമ്മയോട് പറഞ്ഞോ? ഇല്ല. അല്ലൊരു കാണിച്ചേ, നീ പെട്ടെന്ന് റെഡിയാകും.
നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യാം, എന്നിട്ട് എല്ലാവരും പറയാം. അല്ല ഈ സമയത്തൊരു കൊച്ചൊക്കെ അയാളെന്താ? അല്ല എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ചേട്ടനും ജോലി ആ ഒന്നോർത്ത് നീ ടെൻഷൻ ആവില്ല, ഞാൻ നോക്കിക്കോളാം. ടെൻഷൻ്റെ അല്ല, ഞാൻ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. പക്ഷെ ഈ സമയത്തൊരു കൊച്ചൊക്കെ ആയാൽ എനിക്ക് ജാനകി, നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുടുംബത്തിൽ പെടുന്നൊരു പെണ്ണാണ് നീ. ഈ സംസാരം അമ്മ കേൾക്കരുത്, മനസ്സിലായല്ലോ? താൻ പെട്ടെന്ന് റെഡി ആയിക്കോ, നമ്മൾ ആശുപത്രിയിൽ പോവാം. ചെക്ക്. അതിന് ചെസ്സല്ലട പുല്ലേ. എന്നാ നീ ഒരു പുതിയ ഇംഗ്ലീഷൊക്കെ കണ്ടുപിടിച്ചോണ്ട് വാ. നീ കളിയുടെ പുല്ലേ. ഈ കീർപ്പൊന്നൊക്കെ തിരിച്ചു വരുമോ എന്തോ. ബെല്ലടിക്കുന്ന ആൾ വന്നല്ലോ. അടിച്ച് വിട്ടോ. ഓ ട്രാപ്പിലായല്ലോ. സീൻ തന്നെ. ഇങ്ങനെ വെച്ചാൽ ഓ ഇവനിങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണോ? പണിക്ക് പോണേ ഏതോ ഒരാളെ ചേർക്കുന്നു. അയ്യോ ശ്വാസമുള്ളി. വെച്ച് ചേട്ടാ പുകയില്ലേ? ആ വന്നോ. ബാക്കിന്ന് വിളിക്കാം, പണിയെടുക്കാൻ സമ്മതിക്കത്തില്ലേ? ചേട്ടാ ഇവനാണോ? മന്നെ പറടാ. അറിയാ ഒരു വിശേഷമുണ്ട്. എന്തോടാ? മോനെ ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. ഏത് സെമിനാരിയിൽ? എടാ ജാനയ്ക്ക് വിശേഷം ഉണ്ടെന്ന്. ഹോ കൊച്ചു കള്ള, ഇതിനിടെ പണി പറ്റിച്ചല്ലേ? അഭിമാനം തോന്നടാ നിന്നെ പറ്റി. അപ്പൊ ചെറിയ ചില ഒന്നും പോരാ. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആവും. അപ്പോ നോക്കണം മോനെ, പോയിട്ട് കാണാം. ഓക്കെ ഓക്കെടാ, നീ എല്ലാവരും കൂടി പോയിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ ഓക്കെടാ, ശരി. ഓക്കെ. ജോസളി അയ്യോ പോയോ? അടിക്കുമ്പോ ചെറുതായിട്ടടിക്കണം. ഈ മാസം പിരിവിന്റെ കാശ് മനസ്സിലാവുന്നുണ്ടോ? പണി നടന്നോണ്ടിരിക്കുക. എന്തോ വെറുതെ വെള്ളമാണ്. നമുക്ക് ഇനി അകത്തിരുന്നിരിക്കാം. തുറന്നു ഈ റോഡ് കുഴിയാണെങ്കിൽ എൻ്റെ വാർഡിലെ റോഡിനെ അപേക്ഷിച്ച് ഒത്തിരി ഭേദമാടി. വലിയ കുഴപ്പമില്ല ഓടിച്ചിട്ട്. നമ്മുടെ വാർഡിൽ പോകാൻ പറ്റും. ആ മോനെ നേരത്തെ ഇറങ്ങിയോ? ആ ഇറങ്ങിയായിരുന്നു. വാ മേ വാ, കയറിയോ? സന്തോഷമുള്ള വാർത്തയില്ല കേട്ടെ, അതുകൊണ്ട് എല്ലാ പരിപാടിയും മാറ്റി വെച്ചിങ്ങ് പോകുന്നു. വാ വാച്ചാ. അമ്മ എന്തേ മോനെ? ഇരിക്കേ. അമ്മ എന്തേ? അമ്മ അമ്മേ അച്ഛൻ തിരക്കിട്ട് വരണമെന്നില്ലായിരുന്നു. ഓ ഒന്നുമില്ല, നീ പഞ്ചായത്തിലല്ലേ മോനെ? മോളെ, മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്നാലും നീ പറഞ്ഞില്ലല്ലോ. റാമോനാ പിന്നെ വിളിച്ചു പറഞ്ഞത്. അതെ അതെ, മോനാ പറഞ്ഞ. പിന്നെ പിന്നെ പോകുന്ന കാര്യം എന്നായി? ഒരു 3 ദിവസം അതിനുള്ളിൽ പോകേണ്ടി വരും. വണ്ടിയുടെ കാര്യം ശരിയായി? ഓ എല്ലാം സെറ്റ്. ശരി. ഇതാര് വിജയനോ? എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അടുക്കളയിൽ ഇച്ചിരി പണിയായിരുന്നേ. ഒരു മുടിഞ്ഞ അഭിനയാ തള്ളയുടെ. പണി മൊത്തെടുക്കുന്ന പോലെ. ഒരു സാധനം വെച്ചാൽ കാണത്തില്ല. ശരിക്കും എന്താ നിന്റെ വിഷയം? ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ച് അറിയിച്ചോളൂ കുഴപ്പം. ഓ പറയുന്ന കേട്ടാ തോന്നുന്നു എൻ്റെ വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. എന്തിനാ വിളിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എങ്കിൽ നീ പറ, എന്തിനാ? ചേട്ടൻ ഒരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ കല്യാണം അയക്കാൻ തീരുമാനിച്ചതിന് മുമ്പ് ഞാൻ ചേട്ടനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് ചേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. ശരി, സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ നടന്ന നമ്മൾ രണ്ടുപേരുടെ സമ്മതത്തോടല്ലേ? അല്ല നിനക്ക് മാത്രം ദിവ്യഗർഭമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ചേട്ടൻ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാനാണോ അതോ ചേട്ടൻ്റെ അമ്മ പറയുന്നത് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനോ? എടി കല്യാണം കഴിഞ്ഞ പെണ്ണൊരു വീട്ടിലേക്ക് വന്ന് അടുക്കളയിലേക്ക് കുറച്ച് കയറാം, അത് വലിയ തെറ്റൊന്നുമില്ല. എനിക്ക് അടുക്കളയിൽ കയറുന്നൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ അടുക്കളയിൽ കയറുന്നതോ വെച്ച് വിളമ്പതോ ഒന്നും അല്ല എന്റെ പ്രശ്നം. എന്താ നിന്റെ വിഷയം? കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായുള്ളൂ, പക്ഷെ ഇതെനിക്കൊരു ജയില് പോലെയാ തോന്നുന്നത്. ജാനകി,
മതി. നിന്റെ ഭർത്താവ് കുറെ കൂടുന്നുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞ നിന്നെ കൈവച്ചു പോവും. ദൈവമേ, ഗ്യാസ് കുറ്റി ചുവന്ന് കയറ്റേണ്ടി വരുമോ? ഇതൊരുപാടുണ്ടല്ലോ. തുറക്കാം. അമ്മേ, ഓ ഇതിനും വെയിറ്റാ. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി അവൻ്റെ സ്പ്രേ എടുത്ത് 2 അടിക്കാം. കെട്ട നാറ്റം. പോയിട്ട് വരാം. എന്തൊരു സ്നേഹം. ഓൾറെഡി ശരി. അകലുമി ചില്ല പോലെ നീ ദൂരെയായി മൂളുമി ഗാനം കാതിലായി. അകലുമി ചില്ല പോലെ നീ ദൂരെയായി മൂളുമി ഗാനം കാതിലായി. നിറയുമീ മിഴികളിൽ നനവുകൾ പിടയുന്ന വിരഹ നിഴലുകളകലേ. മുകിലലയുടെ പടവുകൾ നിറയെ തനിയെ ഞാനിതാ. മഴയുടെ ചെറുചിരികളും എവിടെ ചിറകുയരെ പറന്നു ഞാൻ.
എന്ത് രസമാ ഇതൊക്കെ. ഇതിന്റെ പേരെന്തുവാണോ? ജോക്കറോ കുക്കറോ മറ്റോ ആണ്. എന്തായാലും മോൻ വരുമ്പോ ഒരെണ്ണം എനിക്കും വാങ്ങിക്കണം. ഇങ്ങോട്ടൊന്ന് സഹായിച്ചാൽ എന്താ തള്ളക്ക്? ഇവിടെ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നു. ദേഷ്യം വരുന്നുണ്ട്. അയ്യോ മോളെ എനിക്ക് വാങ്ങിക്കണം. ആ കൊച്ചിന് വായിക്കാത്തതിന് തള്ളിക്ക് അയ്യോ കരയല്ലേ. കൊച്ചൊന്ന് കരയുന്ന കേട്ടാലും തള്ളയ്ക്ക് അനങ്ങിക്കൂടാ. എന്റെ അമ്മയ്ക്കൊന്ന് കൊച്ചിനെടുത്തൂടെ? കൊച്ചു കിടന്ന് കരയുന്ന കേൾക്കുന്നില്ലേ? ഞാൻ കേട്ടിട്ടുള്ള കാര്യം നീയല്ലേ കൊടുക്കണ്ടേ? എന്നാലും കരയുന്ന കേട്ടാലെങ്കിലും ഒന്ന് എടുത്തൂടെ? ഓ എല്ലാം കൂടിയിട്ട് കത്തിക്കും ഞാൻ പോണ്ടാരം. ചാടിത്തുള്ളി പോകുന്നതുകൊണ്ട് ഈ പെരയിടിച്ചിടുമെന്ന് തോന്നും. ചെറുക്കൻ പോയത് അവന്റെ ഭാഗ്യം. എവിടെ ആയിരുന്നു പോണേ? കാണാനില്ല. പുറത്തായാലും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അല്ല ഏട്ടാ, കുഞ്ഞിനും വയ്യായിരുന്നു, അതാ വരാതിരുന്നേ. ആഹാ. എടി ജാനകി, കൃപേ, നീ ഇതെവിടെ പോയതാ? ആ കൊള്ളാം, ജോലിയായി. എനിക്ക് മാത്രല്ല, നമ്മുടെ രാജീവിന് KSRTC ജോലിയായി. അങ്ങനെ കുറച്ചു പേർക്കൊക്കെ കിട്ടി. നീ എഴുതിയിരുന്നേ, ഉറപ്പായും കിട്ടിയേനെ. പിന്നെ ഞാൻ അറിഞ്ഞ് കല്യാണം കഴിഞ്ഞത്. ലവായിരുന്നല്ലടി കള്ളി. പക്ഷെ നീ ഉടനെ ഒന്നും കേട്ടണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നോ? അതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഓ അതിലൊന്നും കാര്യമില്ലടി. സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കാനും ഒരു യോഗം വേണം. അതെനിക്കില്ല. അങ്ങനൊന്നും ഇല്ലടി, നീ ഇനിയും ട്രൈ ചെയ്യണം. നിനക്ക് ഇത്രയല്ലേ പ്രായമായുള്ളൂ. എന്റെ കൃപേ, വീട്ടിലൊരു 100 കൂട്ടം പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പഠിക്കാന്ന് വിചാരിച്ചാൽ അത് ഈ ജന്മം നടക്കുന്ന കാര്യമല്ല. സാരമില്ലടി, ഞാൻ എന്തായാലും അതുവഴി ഒന്ന് ഇറങ്ങാം. സമയമില്ലാത്തോണ്ടാ. അന്ന് ഞാൻ പൊക്കോട്ടെ. ശരി എന്നാ. ശരി, പോവാണേ. ഇവൻ വരുമല്ലോ തീരൂ. സന്തോഷ് ജി, ആ നമുക്ക് ആ വത്സഞ്ചിയുടെ കടലോട്ട് കയറിയാലോ? അവളാ 1000 എഴുതാം. 10,000 എഴുതിക്കോ. പിന്നല്ല ആ പരട്ട വിജയൻ അവിടെ മൈൻഡ് ചെയ്യണ്ട. ആ വിജയോ, നിങ്ങളെന്തിനാ മൈൻഡ് ചെയ്തേ? രാഷ്ട്രീയമല്ലേ. ഞാനാടാ പിരിവിൻ്റെ വരാതെ. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ചേട്ടാ 1000 എഴുതട്ടെ. ഇന്നലെ അല്ലേ നിങ്ങളൊരു പിരിവ് നടത്തിയത്? അത് ജില്ലാ കമ്മിറ്റി പിരിവ്. അപ്പൊ ഇതോ? ഇത് പ്രവർത്തന ഫണ്ട്. അതെ. ചേറ്റയൊക്കെ ഇവനെയൊക്കെ ചൂട് പോണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഒരെണ്ണം എനിക്കൂടെ തരാമോ? എന്തിനാ? അല്ല, ഈ കട അടച്ചിട്ടച്ച് നിങ്ങളുടെ കൂടെ വരാമല്ലോ എന്ന് വെച്ചാ. ആ റിയല് ഇവനെ നോക്കി വെച്ചു. ഒരു ദേശവിരുദ്ധന. ആ നീ വാ. അങ്ങോട്ട് ഒരു ദൂരം ഇരിക്കേ. ആ കോണത്തിൽ നമ്മുടെ പയ്യാവൂരം സ്കൂളിൽ ഒരു ടീച്ചർ ഒഴിവുണ്ട്. നമ്മുടെ റാമിന്റെ ഭാര്യയില്ലേ, അവളെ നമുക്ക് കൊടുത്താൽ ഇച്ചിരി കാശ് കിട്ടും. അതിച്ചിരി സംശയമാണ്. അതെന്നാന്ന് വെച്ചാൽ അവനെ റാം പെണ്ണപ്പിള്ളെ പണിക്ക് വിട്ട് അതിപ്പോൾ അവന് ഇച്ചിരി കുറച്ചില്ല. സമ്മതിക്കാൻ തോന്നുന്നു. നമുക്ക് വേറെ ആരും നോക്കാം. ഇനി ആരെ പണിക്ക് വിട്ട് ഞാൻ ജീവിക്കുമോ? നിങ്ങൾക്ക് കൂടി. അയ്യോ, എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പണി കൊടുത്തല്ലേ ചെയ്യും. വാത്സോ, ഒരു ചായ. നിനക്ക് ഇവിടെ ചായ ഇല്ല. ഇടിയടാ, ഇടിച്ചിടടാ അവന്. നീലഷട്ടിക്കാരനെ ഇടിയടാ, ഇടിച്ചു പൊളത്തടാ. ആ അങ്ങനെ തന്നെ അവന്റെ മൂക്കപ്പെട്ട നോക്കി ഇടിയടാ, ഇടിയടാ, ഇടിച്ചു മരത്തവനെ. കുഞ്ഞിറങ്ങടി. ഉറങ്ങി. എന്റെ മുഖത്ത് എന്താ ക്ഷീണം? പയ്യേ. ഏയ് ഒന്നുമില്ല. പറ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ ട്യൂഷൻ എടുത്താലോ എന്ന് ആലോചിക്കുമായിരുന്നു. ട്യൂഷനോ? എന്ത് ട്യൂഷൻ? കുഞ്ഞിനായിരുന്നു നോക്കും. 2-3 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് അമ്മ നോക്കിക്കോളില്ലേ? അമ്മക്ക് കൈകാനായിട്ടിരിക്കല്ലേ നീ ട്യൂഷൻ പറഞ്ഞു പോയാൽ 2-3 മണിക്കൂർ അമ്മ കുഞ്ഞിനെ നോക്കൂ. അമ്മ എന്തേ ഫോൺ കൊടുത്തേ? അങ്ങനെ തന്നെ. അമ്മേ ചേട്ടനാ.
മോനെ എന്നാ ഉണ്ട് മക്കളെ വിശേഷമൊക്കെ? അമ്മയ്ക്ക് കൈ വയ്യടാ, കഥകിനിടെ പോയതാ. അവള് നോക്കത്തില്ലടാ എന്നെ. അവിടെ അമ്മയല്ലല്ലോ ഞാൻ. കൃഷ്ണേ, എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല ചേച്ചി. ആ, ഒന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയാണോ? നീ കാര്യം പറ. ഇന്ന് മാത്രമല്ല, ഞാൻ പലതവണ നിന്നെ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല ചേച്ചി. ശരി, ഞാനേ സിന്ധു ചേച്ചിനെ വിളിച്ച് പറയാം. നീ ഇവിടെ ഇരുന്ന് കോളേജിൽ പോകാതിരുന്ന് കരയാന്ന്. എന്നാ പറ, എന്താ? മാത്സിന് മാർക്ക് പറഞ്ഞോണ്ട് ചേച്ചി എന്നെ ട്യൂഷൻ ആക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. അവരെന്നെ ചേർത്തു. പക്ഷേ ആദ്യത്തെ 1 മാസം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രോബ്ലംസ് പറഞ്ഞു തരാൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു സാറിൻ്റെ രീതിയിലുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക്. ആദ്യം ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അത് കൂടിക്കൂടി വന്നു. ആദ്യം ഞാൻ കരുതി ഈ കാര്യം അമ്മയോട് പറയാമെന്ന്. പക്ഷേ എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ആരും ഇല്ലാത്തൊരു ദിവസം അയാൾ എന്നെ ആ ദിവസത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പേടി ചേച്ചി. നീ എന്ത് മണ്ടത്തരം മോളെ കാണിച്ചേ? നിനക്ക് നന്നേ വീട്ടിൽ പറയാറുന്നില്ലേ? പറഞ്ഞിട്ടും കാര്യമില്ല ചേച്ചി. അച്ഛന് പുള്ളിയെ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ അമ്മയ്ക്ക് അയാളോടുള്ള പെരുമാറ്റത്തിൽ എനിക്കെന്തോ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അല്ല ചേച്ചി, സത്യമാ. ഇപ്പോൾ ആ പുള്ളി പഠിപ്പിക്കുന്ന കോളേജിലാണ് എന്നെയും കൂടി ചേർത്തേക്കുന്നത്. അവിടെ ഇത് തന്നെ എൻ്റെ അവസ്ഥ. ശരി, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇത് വീട്ടിലും പറയണ്ട, ആരോടും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനുള്ള മരുന്ന് നീ തന്നെ കൊടുത്താൽ മതി. വാ, നടക്ക്. ഞാൻ പോകും സ്ഥിരബാധകളിൽ ഇരകളെ തേടി നടക്കും അസുരന്മാർ. ചുണ്ടിൽ ചെറുപുഞ്ചിരി തൂകി കാത്തു നിൽക്കുന്ന അബ്ദുക്കണ്ടന്മാർ. ഇരുമിഴിയിൽ നീരിന് പകരം പകയിൽ വിഷം ഇറങ്ങും കാടന്മാർ. സ്നേഹത്തിൻ വിലയറിയാത്ത ജീവികൾ. ഇവരാരോട് സൃഷ്ടി നേരം കാലം അറിയാതെ, ഒരു കാരണം പോലും പറയാതെ, കേവലം ഒരു ചെറു തെറ്റിദ്ധാരണയിൽ അടങ്ങിയ ഒരു വാക്കിൻ പോൽ. ഇതിനൊക്കെ കാരണമാർ മറുപടി തേടി നാട്ടുകാർ. അവരാണെന്നറിയും നിമിഷം മേറുന്നു ആ പോരിൻ ശക്തി. അണികളെ വന്നു കൊടുമണികൾ തന്നു കെണിയിൽ കൊടുക്കാൻ ശരനേരം മാത്രം. കരിയിൽ മുതങ്ങി കിടക്കുന്ന ലോകം മുങ്ങാൻ വൈകൽ എന്നത് യഥാർത്ഥം. വരില്ല ഇനി ദേവദൂതൻ ഒരുവൻ തരില്ല ഒരു ശാപമോക്ഷം. ഒടുവിൽ കരഞ്ഞു കടലായിടുന്നു ലോകം ശോകം അതിരില്ലാതെ കലിയുഗം. മോളെ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. മോളെ, അമ്മയ്ക്ക് ഇച്ചിരി ചായ ഇടടി. ഞാനിവിടെ പഠിക്കുന്ന കണ്ടില്ലേ, അമ്മ പോയിട്. പിന്നെ കൊച്ചിനാരും നോക്കും. എനിക്കിതിരി ക്യാരറ്റ് ജ്യൂസും കൂടെ എടുത്തോ കൂട്ടത്തില്ലേ? ഞാനും ഒന്ന് വെളുക്കട്ടെ. ശരിയൊക്കെ തരോടി. അവളൊരു കെട്ടിലമ്മ വന്നേക്കുന്നു. പോണ്ടോരം. മോളിങ് വാ, ഇവിടെ ഇരിക്കും. ആ, റോഡി മൊത്തം വിജയതയാണല്ലോ. പൈസ ആരോടുത്തുണ്ട്. കണ്ട് 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 നിർത്ത്. സ്റ്റാൻഡെത്തി. നീങ്ങ
500 രൂപ എടുക്കാനാണോ? 500? എൻ്റെ പോടാ. കടമായിട്ട് വേണ്ടെന്ന്, പിരിവായിട്ട് മതി. പോടാ പോടാ. നീ എന്നെ പണിക്കൊല്ലും പോകണോ? പണിക്കണ്ടേ, പട്ടി പോവും. അല്ല പിന്നെ അത് നമ്മുടെ റാം വരുന്നുണ്ട്, അപ്പം ചെറുതൊരെണ്ണം എടുക്കാൻ. അതിനവൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. കഷ്ടം. 500 രൂപ പ്ലീസ്. തരാൻ പറ്റില്ല? ഓഹോ, വൈകിട്ട് അമ്പലത്തിൽ വാടാ, നിന്നെ തീർക്കണോ? എനിക്ക് പണിയോടെ തന്നെ ഉണക്കപ്പഴം കഴിച്ചോണ്ട് ഞാൻ രാവിലെ പണിക്ക് വിടാൻ ഓരോ നാറികൾ. മക്കളെ, അമ്മേ നീ അപ്പടി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. തിന്നാൻ തരില്ലടാ നിനക്ക്. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ ശരിയാകാൻ? കുഞ്ഞു തേടി അകത്തുണ്ട്. എവനെയൊക്കെ ആരാടാ വണ്ടിയാ കയറ്റി? വാ അമ്മേ. എല്ലാ തണ്ടികളും കയറിപ്പോയി. എടാ ജോലി ചെയ്യുമ്പോൾ ഞാനെന്താ ഒട്ടകവും. എടാ കഴിക്ക് മക്കളെ, നിനക്കുണ്ടാക്കിയതാ, കഴിക്ക്. എൻ്റെ അമ്മേ, എത്ര നാളോടിയാ വയറ് നിറച്ച് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നേ. എന്റെ മോൻ കഴിച്ചോടാ, മുഴുവൻ കഴിച്ചോ? നിക്കട്ടെ. കടയുടെ വാടക ശിശുപാലം കൊണ്ട് തരുന്നുണ്ടോ അമ്മേ? അത് ഞാൻ ആ സുറയെ കൊണ്ട് വാങ്ങിപ്പിക്കാറുണ്ട്. അതെങ്ങനാ, ഇവിടെ ചിലർക്കൊക്കെ അത് പോയി വാങ്ങിക്കാൻ നേരമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ എറണംകെട്ടവന്മാരെയൊക്കെ വിട്ട് വാങ്ങിപ്പിക്കുന്നത്. ഞാൻ എല്ലാം അറിയുന്നുണ്ടമ്മേ. അറിയുന്നുണ്ടല്ലോ, അത് മതി, സന്തോഷം. കഴിച്ചോ. എന്താടി, അമ്മയ്ക്ക് തന്നെ പറ്റി പരാതി മാത്രമേ ഉള്ളല്ലോ. നിങ്ങൾ അമ്മയുടെ പരാതി മാത്രമല്ലേ കേട്ടുള്ളൂ? എൻ്റെ പൊന്നു ജാനു, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. നീ എൻ്റെ മൂഡ് കളയല്ലേ. ഇത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നു. സുഖമാണെന്നൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. അതിപ്പോൾ എന്നാ ചോദിക്കാന്? നിനക്ക് ഇവിടെ സുഖത്തിനുണ്ടാണ് കുറവ്. പിന്നെ പരമസുഖമല്ലേ, സുഖം കൂടിപ്പോയതിൻ്റെയാ. നീ ഇവിടെ ഇരി. എനിക്കറിയാം നീ എവിടുത്തെ എല്ലാ പണിയെടുക്കുന്നത്. നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അമ്മയെ സഹായിച്ചും അല്ലാതെയും ഒക്കെ. എന്നെ തൊടരുത്. അതെന്താടി തൊട്ടാ? ഞാൻ നിന്റെ ഭർത്താവാ, നീ എൻ്റെ ഭാര്യയും. അതുകൊണ്ട് എനിക്ക് നിന്നെ തൊടാം, അതിനുള്ള അധികാരമുണ്ട്. എന്തധികാരം? നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. തനിക്ക് തോന്നുമ്പോ ഒന്ന് തൊടാനും തോന്നുമ്പോ തെറി പറയാനുള്ളതല്ല ഈ പറഞ്ഞ അധികാരം. എൻ്റെ പൊന്നു ജാനു, ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ തുടങ്ങല്ലേ. എന്ത് നല്ല ദിവസം? തന്റെ എല്ലാ കുഴപ്പം തീർക്കുന്നതോ? എന്താ കൈമാറ്റിയത്? അടിക്കേ. ഒരു പട്ടിയെ പോലെ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താൻ പറഞ്ഞതും തന്റെ അമ്മ പറഞ്ഞതും കേട്ടോണ്ട് ഇനി എന്നെ നിന്നെ കിട്ടത്തില്ല. ആ പോകാൻ തന്നെ. ഒരു കൊച്ചുണ്ടായ ശേഷം ഈ വീടും അടുക്കളയില്ലാതെ എനിക്ക് മറ്റൊരു ലോകം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരും എന്നെ പറ്റി ചിന്തിച്ചിട്ടുമില്ല. ഇനിയെങ്കിലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം. അതിനിടയിൽ മറ്റൊരു കൊച്ചിനെ കൂടെ എനിക്ക് വയ്യ. ഇവിടുത്തെ നിന്റെ ജീവിതത്തിൽ എന്താണ് ഒരു കുഴപ്പം? സമയത്ത് ഉണ്ണാനും എടുക്കാനും ഉറങ്ങാനും കിട്ടുന്നതിന്റെ കുഴപ്പം. ഉണ്ണാനും എടുക്കാനുണ്ടായ എല്ലാം തികഞ്ഞല്ലോ. പിന്നെ എന്ത് വേണം? നിന്റെ താഴത്തിന് തുള്ളാന്ന് എന്നെ കിട്ടത്തില്ല. അറിയാം. അപ്പൊ ഞാൻ ഇത്രയും കാലം പഠിച്ചതിന് ഒരു വാല്യൂ ഇല്ല. അതോ നിങ്ങൾ ആണുങ്ങൾ മാത്രം ജോലിക്ക് പോയാൽ മതി എന്നാണോ? ശരി, ഒന്നും വേണ്ട, എന്നെ ജോലിക്ക് വിടണ്ട. അറ്റ്ലീസ്റ്റ് ഞാനൊരു ട്യൂഷനെങ്കിലും എടുത്തോട്ടേന്ന് ചോദിച്ചു. അതിനെങ്കിലും സമ്മതിച്ചോ? ഇല്ല, അവിടെ സമ്മതിക്കാനും പോകുന്നില്ല. നീ സമ്പാദിച്ചുകൊണ്ടോട്ട് വേണ്ട ഈ കുടുംബത്തിൽ ചെലവ് നടത്താൻ. ഒരാൾ ജോലിക്ക് പോകുന്നതേ സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല. അയാളുടെ സ്വപ്നമാണ് ജോലിയും ജീവിതവും ഒക്കെ. നിങ്ങളെപ്പോലുള്ള ആണുങ്ങൾ കാരണം എത്രയോ പെൺകുട്ടികളെ ഇന്നും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിലൊരാളാവാനേ എനിക്ക് സൗകര്യമില്ല. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടി കോപ്പേ. അമ്മൂമ്മയുടെ ഫോൺ കേട്ടോ. അച്ഛനെ വിളിക്കാം നമുക്ക്. അച്ഛനെ വിളിച്ചേ മോളെ. വിളിച്ചു ചോദിച്ചേ വേണ്ട അച്ഛൻ വിശേഷം. ഹലോ, അച്ഛനാണോ ഇത്? അച്ഛനാണോ? അച്ഛൻ എന്തുണ്ട് മോളെ, വിശേഷം? മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല അച്ഛാ. എന്താ? കുറച്ച് കാലമായിട്ട് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോക്ക് എന്തോ വിഷമമുള്ള പോലെ. ഏയ് ഒന്നുമില്ല അച്ഛാ. എന്താണേലും പറ, റാമിന്റെ കാര്യമാണ്. അതൊന്നുമല്ല അച്ഛാ, അച്ഛന് തോന്നുന്നതായിരിക്കും. എന്തോ ഞങ്ങൾ മോളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മോക്ക് തോന്നുകയാണെങ്കിൽ മോള് ഞങ്ങളോട് ക്ഷമിക്കും.
മോൾക്ക് നല്ലത് പറഞ്ഞെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ. അമ്മയുടെ ചക്കര മുത്താണോ ഇത്? അമ്മയുടെ പൊന്നുമോനാണോ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുതിയ ടീച്ചറായല്ലേ? അതെ. 2ാം ക്ലാസ്സിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. 2ാം ക്ലാസ് അവിടെയാണ്. അപ്പൊ ശരി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. മക്കൾക്ക് എന്റെ പേരറിയോ? എന്റെ പേര് ജാനകി. ഇന്ന് മുതൽ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഓക്കെ?